ചോദിക്കേണ്ട ഒരു 6-ാം നൂറ്റാണ്ടാണ് സുൽത്താന്റെ കാലഘട്ടം അല്ലേ? അന്ന് നബിസ്വല്ലല്ലാഹു പറഞ്ഞ കാര്യങ്ങളും പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ എത്രത്തോളം നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണ്. ഇത് എൻ്റെ മനസ്സിൽ വന്നത് നമ്മുടെ ഇതേപോലെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിനോട് ചോദിച്ചു. അദ്ദേഹത്തിന് എന്തോ സമ്മാന പുരസ്കാരമൊക്കെ വാങ്ങുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹം ഉണ്ട്. ഏത് മതത്തിലാണ് വിശ്വസിച്ചു? അദ്ദേഹം ഞാൻ ഇസ്ലാം മതത്തിലാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ പത്രപ്രവർത്തകർ ചോദിച്ചു, ഉത്തരത്തിന് നിങ്ങളെപ്പോലുള്ള മഹാനായ ഒരു എഴുത്തുകാരൻ വളരെ പഴഞ്ചനായ ഒരു മതത്തിൽ വിശ്വസിക്കുകയോ ചോദിച്ചു. അതിന് അദ്ദേഹം നൽകിയ മറുപടി ഖുർആനിലെ മറുപടി കേട്ടോ അദ്ദേഹം നൽകിയത്. സൂറത്ത് ഇബ്രാഹിമിൽ അതുണ്ട്. അദ്ദേഹം പറഞ്ഞത് സൂര്യനും ചന്ദ്രനും ഒക്കെ എത്ര പഴക്കമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. സൂര്യന്റെയും ചന്ദ്രന്റെയും സ്ഥാനത്താണ് എന്തുള്ളത്? ഇസ്ലാം ഉള്ളത്. നമ്മൾ നേരത്തെ പറയില്ല, ഇസ്ലാം പ്രകൃതിയുടെ മതം നമുക്ക് പറയുമ്പോൾ പഠിക്കുമ്പോഴൊക്കെ പറയണം. അദ്ദേഹം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കുറെ കുറച്ചതിനെ കുറിച്ച് വല്ലാതെ ചിന്തിച്ച് നമുക്കറിയാത്ത കുറെ അറിവുകൂടെ നൽകിയാണ് വൈക്കം ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ഒരു സൂര്യൻ എത്ര ഉയരത്തിലാണോ അതില്ലെങ്കിൽ, സൂര്യൻ ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും. ചന്ദ്രനില്ലെങ്കിൽ പല ജീവജാലങ്ങൾക്കും രാത്രി പട്ടിണി കിടക്കേണ്ടി വരും, ഇല്ലേ? മനസ്സിലായോ? അപ്പൊ സൂര്യന്റെയും ചന്ദ്രന്റെയും പൊസിഷനിലാണ്, സ്ഥാനത്താണ് എന്തുള്ളത്? ഇസ്ലാം ഉള്ളത്. ഈ ആധുനിക കാലഘട്ടത്തിൽ നേരത്തെ പോലെ എല്ലാവിധ സാങ്കേതിക വിദ്യകളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിക്കുന്ന മതം ഏതാണ്? ഇസ്ലാമാണ്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം വളരെ സിമ്പിളാണ് പ്രാക്ടീസ് ചെയ്യാൻ. വിശ്വാസ കാര്യങ്ങളൊക്കെ തീരെയൊക്കെ അടച്ചാൽ മതി. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുക, അതിനുള്ള സൽക്കർമ്മം എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് വളരെ എളുപ്പമാണ്. നിന്ന് നിസ്കരിക്കണം മതി, ഇക്കറിയാത്ത നിസ്കരിച്ച് ഭയങ്കര സിമ്പിളാണ്. ഒരാളത്തിൽ അയാളെന്ന മുഹമ്മദ് ഇസ്ലാം സ്വീകരിച്ചാൽ അയാൾ ആഴ്ചകൊണ്ട് ഫാത്തിഹ സൂറത്ത് പഠിച്ചാൽ, നിസ്കരിക്കാൻ അയാൾ പഠിച്ചാൽ, സൂറത്തൊന്നും അയാൾ പഠിച്ചില്ല, അയാൾക്ക് ഓർമ്മ അസനങ്ങൾ എന്ത് ചെയ്യാം? ഇമാമൊക്കെ പറ്റില്ലേ? അയാൾ ഖുർആൻ ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്യുക? അയാൾ അടുത്ത വെള്ളിയാഴ്ച എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ ഒരു മതത്തിൽ ചേരുന്ന ആൾക്ക് പെട്ടെന്ന് കയറാനോ ഇടം കിട്ടാനോ സ്പേസും ഇല്ല. അത് വേറൊരു കാര്യമാണ്. 8ാം ക്ലാസ്സിലെ തോന്നുന്നുണ്ട്, നമ്മുടെ 8ലല്ല 9ാം ക്ലാസ്സിലെ ബുഹൂസിലെ ഒരു ചാപ്റ്റർ ഉണ്ട്. ഞങ്ങൾ ഇസ്ലാമിക വിഷയം പഠിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് സദാചാരം എന്ന ടോപ്പിക് ഉണ്ട്. അതിൽ നല്ല രസകരമായിട്ട് ആ പുസ്തകം വായിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു സംഗതി വേണോ വേണ്ടേ എന്ന് തോന്നുന്നത്, അതിന്റെ പ്രസക്തി ഉണ്ടോ ഇല്ലേ നോക്കുന്നത് അതിന്റെ കാലപ്പഴക്കം കൊണ്ടല്ല, അതിന്റെ വാല്യൂ കൊണ്ടാണ്, അതിന്റെ കാര്യപ്രാപ്തി കൊണ്ടാണ്, ആളുകൾ തേടുന്ന വിജ്ഞാനം അതായതുകൊണ്ടാണ്. അതിൽ നമുക്ക് ഇങ്ങനെയും കൂടെ നമുക്ക് മറുപടി പറയാൻ പറ്റും. മനുഷ്യന് എല്ലാ വിജ്ഞാനങ്ങളും നേടിയെടുക്കാനുള്ള കഴിവും ശേഷിയും ഇല്ല എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം പരിമിതിയുണ്ട്. നിങ്ങൾ അള്ളാഹുവിന്റെ വിശ്വാസം എന്നൊരു പുസ്തകമുണ്ട്, അലി ത്വൻതാമിയുടെ പുസ്തകമാണ്. നിങ്ങളൊരു 80 രൂപയുടെ കൊടുത്താൽ ഫ്രീ ആയിട്ട് അഡ്മിഷൻ കിട്ടുമല്ലോ. അത് വാങ്ങിയാൽ അത് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറം 5, 6, 7, 8, 9, 10, 12 ഇന്ദ്രിയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ. പക്ഷെ അതെല്ലാം നമുക്ക് അറിവ് നേടാൻ കഴിയുന്നതും അതിൽ സമ്മതിക്കുന്ന കാര്യം എല്ലാത്തിനും അതിന്റെ പരിമിതിയും ഉണ്ട് എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ മൊത്തം സയന്റിസ്റ്റുകൾ കൂടിയാലും പരിശുദ്ധ ഖുർആനെ പോലെ ഒരു വചനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഒരു ഹദീസ് പോലും അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ റസൂലുള്ളാഹി പറഞ്ഞതുപോലെയുള്ള ഒരു ഹദീസ് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിയില്ല. അത് വല്ലാത്തൊരു കാര്യമല്ലേ? ഈ ഒരു വെല്ലുവിളി ഖുർആൻ നടത്തുന്നിടത്തോളം കാലം നമ്മൾ മുസ്ലിങ്ങളായി മാറുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം ആരെങ്കിലും വരുമ്പോഴേക്ക് നമ്മൾ പതറിപ്പോകേണ്ട ആവശ്യമില്ല. എണീറ്റ് നമുക്ക് പറയാവുന്നതാണ്. മനസ്സിലായോ? അപ്പൊ അറിവിന്റെ പരിധി മനസ്സിലായോ? നിങ്ങൾ എന്നെ കാണുന്നു, എന്റെ മുഖത്ത് നോക്കി നിങ്ങൾ എന്നെ കാണുന്നു അല്ലെ? പരിമിതി എങ്ങാനും ആ നോട്ടത്തിൽ നിശ്ചയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും കാണൂലേ? കാണും. നിങ്ങൾക്ക് ഇവിടെ ഒരിക്കലും ഇരിക്കാൻ കഴിയില്ലല്ലോ അല്ലേ? ഒരു ബസ് വരുമ്പോൾ നമ്മൾ കൈ കാണിക്കുന്നത് അതിന്റെ ബോർഡ് വായിച്ചിട്ടാണ്. തൃശ്ശൂർ, പാല, കയറാം അല്ലേ? പക്ഷെ ബസ്സിൽ കാണുമ്പോൾ തന്നെ ബസ്സിനുള്ളിൽ മുഴുവൻ യന്ത്രങ്ങൾ കറങ്ങുന്നതും ഇയാൾ വീട് മാറ്റുന്നതും ചോട്ടൊക്കെ കൂടെ കണ്ടാല് ഒരു ബസ്സിൽ നമ്മൾ ബസ് കാണാൻ പോയിട്ടാണ് കയറില്ലേ?
അപ്പൊ പരിമിതി തന്നു എന്നുള്ളത് റഹ്മത്താണ്. കണ്ണു തന്നു എന്നുള്ളത് അനുഗ്രഹമാണ്. കാഴ്ച തന്നു എന്നുള്ളത് മറ്റൊരു അനുഗ്രഹമാണ്. കാഴ്ചക്ക് പരിമിതി തന്നു എന്നുള്ളത് അത്യത്ഭുതമാണ്, മറ്റൊരു നിയമത്താണ്. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയാത്ത പലതും നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നത്. ഇല്ലേ? അള്ളാഹ് നമ്മൾ കണ്ടിട്ടില്ല, റസൂലുള്ളാഹി നമ്മൾ കണ്ടില്ല. നമ്മൾ ഏറ്റവും വൈദ്യായ വിശ്വാസം, അള്ളാഹ് വിശ്വസിക്കുക, വൈദ്യായ വിശ്വാസം, മലക്കൾ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക. നമ്മൾ കംപ്ലീറ്റ് നമുക്ക് എന്താ കാണാതെ വിശ്വസിക്കല്ലേ ഒക്കെ. അപ്പൊ അതിന്റെ പരിധി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യരെന്ത് നിർമ്മിച്ചാലും അതെന്ത് ചെയ്യും? കുറെ കഴിയുമ്പോൾ അതിന്റെ മോഡൽ മാറും. നിങ്ങളുടെ പ്രായത്തിൽ നോക്കി, നിങ്ങൾ മുമ്പ് സെലക്ട് ചെയ്തത് ചുരിദാർ, മുമ്പ് സെലക്ട് ചെയ്തത് വേഷം, തുണി, എല്ലാത്തിലും മാറ്റം വന്നില്ലേ? എല്ലാവരും ഇല്ലേ? എല്ലാം മാറിയിട്ടുണ്ട്. എന്താ കാരണം? മനുഷ്യക്കാർക്ക് എല്ലാ സ്ഥായിയായിട്ട് നിലനിൽക്കുന്നത്. ഒരു പണ്ടത്തെ KRM വണ്ടി കണ്ടാല് നമ്മളതിൽ പോയി സെൽഫി എടുക്കൊന്നുമില്ല. കാരണം KRM വണ്ടി ഒരു പാട്ട സാധനമേ പറയുള്ളൂ. മനുഷ്യൻ എത്ര നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ചൊരു വാഹനം ഇപ്പോൾ വന്നാൽ നമ്മൾ അതിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. എന്നാൽ 75-80 വയസ്സായ വല്യമാനെ കാണുമ്പോൾ ഒരു KRM നിങ്ങളെ കസ്റ്റഡിയിൽ എന്ന് പറയാമോ? ഇല്ല. അതിന് കൂടുതൽ സ്നേഹമാണ്, കൂടുതൽ അലിയുമാണ്. അതിന് കൂടെ നമ്മൾ സെൽഫി എടുക്കും, അതിന് കവള് നമ്മൾ ഉമ്മ വെക്കും, അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും, ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം അള്ളാഹുവിന്റെ സൃഷ്ടിക്ക് എത്ര കാലം കഴിഞ്ഞാലും കാലപ്പഴക്കം ചെന്നാലും അത് അതിന്റെ ഇസ്സത്തിൽ നിലനിൽക്കും. അള്ളാഹിന്റെ സൃഷ്ടി മാത്രമല്ല, അള്ളാഹുവിന്റെ വചനങ്ങൾ നമുക്ക് ഖുർആനൊക്കെ തർക്കത്തിലുള്ളൂ. ഖുർആനിക ഹദീസിനെ കുറിച്ചുള്ള 2 കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം. ഒന്ന്, പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളൊക്കെ ആരുതാണ്? അള്ളാഹുവിൻ്റെതാണ്, അല്ലേ? അതിന്റെ ആശയങ്ങളും ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ വചനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെതും ആശയങ്ങളായതുമാണ് നബിൻ്റെതുമാണ്. ഇത് രണ്ടും ഇങ്ങനെ നിലനിൽക്കുന്ന കാലത്തോളം ഇനി എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആളുകൾക്ക് ജീവിക്കാനുള്ള ഒരു വഴി വെളിച്ചമായിട്ട് ഇതിനെ അള്ളാഹു നൽകുന്നു. ഐക്കോമോസിന് പറഞ്ഞ ഒരു കാര്യം സുഹൃത്ത് ഇബ്രാഹിം ഞാൻ പറഞ്ഞത്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തെ കുറിച്ചുള്ള ഒരു പരിഹാസമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, പ്രവാചകത്വം കൊടുത്തു കഴിഞ്ഞോ, അറബിയിൽ വന്ന മുഹമ്മദ്, ഓക്കെ, അത് പ്രവാചകൻ. എന്താ അമേരിക്കയിൽ ഇല്ലാത്തത്? മറ്റു റോമക്കത്തെ വരാത്തത്, പെർഷ്യക്കത്തെ വരാത്തത്? ഇപ്പൊ പ്രവാചകത്വം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. അതിനന്ന് കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം സൂര്യനെ പോലെയാണ് എന്നാണ്. ഇന്ത്യയിലേക്ക് ഒരു സൂര്യൻ, അമേരിക്ക വേറെ സൂര്യൻ അല്ല, ഒറ്റ സൂര്യൻ മതി എന്ന പോലെ ലോകത്ത് മുഴുവൻ ഇസ്ലാമിന്റെ വെളിച്ചം, ജീവിതം ആളുകൾക്ക് മനസ്സിലാക്കാൻ ഈ ഒരു സൂര്യൻ മതി. ഏതാണ് സൂര്യൻ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത ആഴ്ചത്തെ ക്ലാസ് സാധാരണ ക്ലാസ്സല്ല, അത് പൊതു ക്ലാസ്സാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഓരോരുത്തരെയും രക്ഷിതാക്കൾ അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവണം. പുറത്തുനിന്നുള്ള മറ്റ് രക്ഷിതാക്കളുടെ കുട്ടികളില്ലാത്ത രക്ഷിതാക്കളും ഇവിടെ ഉണ്ടാവും. അങ്ങനെ പൊതുവായിട്ട് എല്ലാവരും കൂടുന്ന ഒരു ചെറിയ ക്ലാസ്സാണ്. ഇന്ന് കുറച്ച് ആളുകൾ കുറവുണ്ട്, കുറേ ആളുകൾ ആളുകളൊക്കെ കുറേ വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വരാത്ത ആളുകളെല്ലാവരും പരസ്പരം അറിയിക്കുക. നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്, അത് ഓർമ്മപ്പെടുത്തി എല്ലാവരുടെയും പ്രസന്റ് ഉറപ്പ്. നിങ്ങളുടെ രക്ഷിതാക്കളെയും കൂട്ടിയാണ് വരുന്നത്, അവർക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. ആ കാര്യം നമുക്ക് വിളിക്കുന്ന മഹാസ്മാള, ഡോക്ടർ മഹാസ്മാള എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയായ ബഹുഭാഷ പണ്ഡിതൻ, നല്ല പാട്ടിനോട് നല്ല എല്ലാ ഇംഗ്ലീഷും ഉറുദുവും അറബിയും അയാളൊക്കെ മുസ്ലിങ്ങൾ നടത്തുന്ന ഒരു വലിയൊരു പണ്ഡിതനാണ് ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് ആ ക്ലാസ് ആരംഭിച്ച എല്ലാവരും നേരത്തെ തന്നെ എത്തണം. മകനും നമസ്കാരത്തിൽ തന്നെ പള്ളിയിൽ ഉണ്ടാവണമെന്ന് അറിയിക്കണം. കാണുന്നുണ്ട് എപ്പോഴും അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വേഗം ചെന്ന് ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ നമസ്കാരം, അത് കഴിഞ്ഞാൽ ഭക്ഷണം ഇവിടെ അവസാനിപ്പിക്കണം. നമസ്കാരത്തിന് ഒന്നുണ്ടാക്കാറില്ല, നമസ്കാരം.
ചെയ്യും.